മറ്റെവിടെയും പോകാതെ വെറും ഫോൺ ഉപയോഗിച്ചുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റന്റ് EMI കാർഡ് എടുക്കാം. ഹൈ സിവിൽ സ്കോർ ഇല്ലെങ്കിലും ടെൻഷൻ വേണ്ട. 500 to 700 സ്കോർ ഉള്ളവർക്കും അപ്രൂവൽ കിട്ടും. കാർഡ് ആക്റ്റീവ് ആയാൽ 1.5 ലക്ഷത്തിലധികം പാർട്ണർ സ്റ്റോറിൽ നിന്ന് ഗാഡ്ജറ്റ്സ്, അപ്ലയൻസസ് ഇങ്ങനെ പലതും EMI ആയിട്ട് വാങ്ങാം. ആനുവൽ ഫീ ഇല്ല, ഹിഡൻ ചാർജസ് ഇല്ല, സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചാൽ മതി. യെസ്, അതാണ് ബജാജ് ഇൻസ്റ്റന്റ് EMI കാർഡ്. ലിറ്ററലി ഇൻസ്റ്റന്റ് EMI ലിമിറ്റ് കിട്ടുന്ന ഒരു കാർഡാണ്. ഇത് എങ്ങനെ കിട്ടും, എങ്ങനെ ആക്റ്റീവ് ചെയ്യും, എങ്ങനെ യൂസ് ചെയ്യും, ഫുൾ ഡീറ്റെയിൽ ആയി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബജാജ് EMI കാർഡിന്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ഇതാണ്. എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല, യൂസ് ചെയ്യാൻ വളരെ സേഫുമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ലോൺ ലിമിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാം. ഏകദേശം കാർഡിനനുസരിച്ച് 3 ലക്ഷം വരെ നിങ്ങൾക്ക് കിട്ടും. 500 മുതൽ 700 വരെ സിവിൽ ഉള്ളവർക്കും ഈസി ആയിട്ട് അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ക്രെഡിറ്റ് യൂസർക്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഫസ്റ്റ് ടൈം ഈ സ്റ്റോറുകളിൽ ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ 1000 രൂപ വരെ ക്യാഷ് ബാക്കും ലഭിക്കും. ഇത് കിട്ടാനുള്ള എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നിങ്ങളുടെ ഏജ് 21-നും 62-നും ഉള്ളിലായിരിക്കണം. സാലറീഡ് ജോബ് ഉള്ളവർക്കും ബിസിനസ് ഉള്ളവർക്കും ഓക്കെയാണ്. അതായത് ബേസിക്കലി ഒരു പ്രോപ്പർ ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഫോൺ എടുക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിക്കുക, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് മാത്രം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. പുറത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫേക്ക് ലിങ്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ബജാജ് ഫിൻസർവിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് ഇൻസ്റ്റന്റ് അപ്രൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP വരും, അത് വെരിഫൈ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുത്തതിന് ശേഷം താഴെയുള്ള പ്രോസസ്സ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ആയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നെയിം കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അത് പാൻ കാർഡ് ഉള്ളത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നെയിമും അതുപോലെ തന്നെ പാൻ കാർഡിൽ കൊടുക്കുക. അതിനുശേഷം പാൻ കാർഡ് നമ്പർ കൊടുക്കുക. പിന്നെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയി ആണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് ആകും. ഇൻസ്റ്റന്റ് ആയിട്ട് സ്ക്രീനിൽ നിങ്ങളുടെ അവൈലബിൾ ആയുള്ള EMI ലിമിറ്റ് എത്രയാണെന്നുള്ളത് കാണിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 ലക്ഷം വരെ കിട്ടാവുന്ന ലിമിറ്റ്. ഇനി ഒറിജിനൽ KYC വെരിഫിക്കേഷൻ ആണ്. ഡിജി ലോക്കറിന്റെ ആ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, OTP ചോദിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിജിറ്റൽ ലോക്കർ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊരു പിൻകോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ടുള്ളവരാണെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും, അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവിടെ ആധാർ കാർഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി നമ്മുടെ പ്രൂഫിലുള്ള അഡ്രസ്സ് വന്നിട്ടുണ്ടാവും. അപ്പൊ കറന്റ് അഡ്രസ്സ് ഇപ്പോൾ ഏതാണോ അത് ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൺഫേം അഡ്രസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഫുള്ളി മാൻഡറ്ററി ആണ്. ഇനി ഇവിടെ നോമിനിയെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിൽ റിലേഷൻ കൊടുത്തതിന് ശേഷം ആ ഒരു പേരും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് സ്ക്രീനിൽ നിങ്ങളുടെ അവൈലബിൾ ആയുള്ള EMI ലിമിറ്റ് എത്രയാണെന്നുള്ളത് കാണിക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ കാർഡ് ആക്റ്റീവ് ചെയ്യാൻ നമ്മളൊരു ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് UPI വെച്ചിട്ടോ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് അത് പേ ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ താഴെയായിട്ട് കുറച്ച് പ്രൊമോ കോഡുകൾ കാണാം. അതിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് ആ ഒരു എമൗണ്ടിൽ ഡിസ്കൗണ്ട് കിട്ടാനും സാധ്യതയുണ്ട്. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ആക്റ്റീവ് ആവും. ഇത്ര മാത്രമേ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ കാർഡിന്റെ ഫുൾ ഡീറ്റെയിൽസും എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ബജാജ് ഫിൻസർവ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ EMI കാർഡ് എന്നുള്ളത് കാണാം. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെർച്വൽ EMI കാർഡ് ഇവിടെ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് കാർഡിന്റെ നമ്പർ, വാലിഡിറ്റി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാവുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് CVV നമ്പർ ഉണ്ടാവില്ല. ഇതൊരു നോർമൽ കാർഡോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ CVV നമ്പർ ഉണ്ടാവില്ല. ഇനി ഈ കാർഡ് നിങ്ങൾക്ക് എവിടെയെല്ലാം ഉപയോഗിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ ഈ കാർഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 1.5 ലക്ഷത്തിലധികം ഓഫ്ലൈൻ പാർട്ണർ സ്റ്റോറിൽ ഈ കാർഡ് ഉപയോഗിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രോമ, റിലയൻസ് ഡിജിറ്റൽ അതുപോലുള്ള ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് ഒക്കെ കിട്ടുന്ന പല സ്റ്റോറുകളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ബജാജ് ഫിൻസർവ് EMI ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ EMIയുടെ പ്ലാനുകൾ കാണാൻ സാധിക്കും. അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ഡൺ.
ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ എലിജിബിലിറ്റി, ഇൻസ്റ്റന്റ് ലിമിറ്റ്, 0 ആനുവൽ ഫീ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു EMI കാർഡാണിത്. അപ്പൊ ഈ ഒരു കാർഡ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബജാജ് ഫിൻസർവിന്റെ ആപ്പിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈനിൽ ഫേക്ക്, നമ്മളിപ്പോൾ ബജാജ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേക്ക് ലിങ്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നല്ലോ, നിങ്ങൾ ഈ കാർഡ് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാർഡുകൾ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണോ എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർ ആ ഒരു കമന്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ അതെന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.